ഗോവിന്ദച്ചാമി തടവ് ചാടാൻ തീരുമാനിച്ച വിവരം അറിയാമായിരുന്നുവെന്ന് സഹതടവുകാരന്റെ മൊഴി പുറത്തുവന്നു. താനും ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു ചാടാൻ കഴിഞ്ഞില്ല എന്നും തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരൻ മൊഴി നൽകിയിട്ടുണ്ട്. ജയിൽ ചാടുന്നതിനായി മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയെന്നതാണ് ഗോവിന്ദച്ചാമി നൽകിയിരിക്കുന്ന മൊഴി. കണ്ണൂർ ACP ഓഫീസിൽ ചോദ്യം ചെയ്തതിനു ശേഷം ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പിനായി സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലേക്ക് ഇനി മാറ്റുമെന്ന വാർത്ത കൂടി വരുന്നു. സുരക്ഷാ വീഴ്ച ആരോപിച്ച് അതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. നമ്മുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങളുമായുണ്ട്. ഗോകുൽ, ഇത് ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 7:30 തൊട്ട് മുൻപായിട്ടൊക്കെ ഈ വാർത്ത നമ്മൾ പുറം ലോകത്തെ അറിയിക്കുമ്പോൾ അത് ആദ്യമൊരു അവിശ്വസനീയമായ വാർത്ത എന്നാണ് തോന്നിയത്. പക്ഷെ പിന്നീട് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യം ആ ജയിലിൽ ഉണ്ടായിരുന്നു എന്നതും നമുക്ക് കൂടുതൽ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ഇന്ന് സംഭവിച്ച ആ വിശദാംശങ്ങൾ അതൊന്ന് ചുരുക്കി പറയണം. ഒപ്പം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത്, മറ്റൊന്ന് ഇയാളുടെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി. അനുജ, ഇന്ന് രാവിലെ 6:00 കൂടിയിട്ടാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നായിരുന്നു ആ അറിയിപ്പ്. ഇപ്പോൾ ഈ ജയിലിലേക്കൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് രാവിലെ 6:30 കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എന്തായാലും സെൻട്രൽ ജയിലിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടി. പിന്നീട് നടന്ന ഉദ്യോഗജനകമായിട്ടുള്ള നിമിഷങ്ങൾ, മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞു പോയിട്ടുള്ളത്. വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ, ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ വേണ്ടിയിട്ട് നാട്ടുകാരും പോലീസുകാരും ഉൾപ്പെടെ സംയുക്തമായി നടത്തിയിട്ടുള്ള പരിശോധനകൾ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൊടും ക്രിമിനൽ കൊലപാതകയായിട്ടുള്ള പീഡകനായിട്ടുള്ള ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെയുണ്ട്. ഏത് സാഹചര്യത്തിൽ ഇയാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? 1.5 മാസം നീണ്ട ആസൂത്രണം, അത് ആരും അറിയാതെ പോയത് എന്തുകൊണ്ട്? ഏറ്റവും ഒടുവിലായി ജയിൽ ചാടിയപ്പോഴും അത് ജയിൽ ഉദ്യോഗസ്ഥർ കാണാതെ പോയത് എന്തുകൊണ്ടാണ്? തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുമ്പോൾ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. ഇതിനു മുൻപും കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ നിരവധി ഉയർന്നതും നമുക്കറിയാം. ഗോകുൽ, പറയൂ. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ചാണ് BJPയുടെ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും ജയിൽ മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ പ്രതിഷേധം ഇവിടെ തടഞ്ഞിട്ടുണ്ട്. 10-20ഓളം ചേർന്ന BJP പ്രവർത്തകർ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നിരുന്നു. കാരണം അത്രയും വലിയൊരു വീഴ്ചയാണ് ജയിൽ വകുപ്പിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ട് വലിയ യുവജന പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിരുന്നു. അതിന് തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഈ സമയത്ത് ജയിലിനകത്ത് ഗോവിന്ദച്ചാമി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത. രാവിലെ 6:00 കൂടിയിട്ട് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നറിയുന്നു. പിന്നീട് നടത്തിയ പരിശോധനകൾക്കൊടുവിൽ 3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ വളപ്പിൽ നിന്ന് ഈ ഗോവിന്ദച്ചാമി പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. പോലീസുകാരുടെയും നാട്ടുകാരുടെയും കണ്ണ് വെട്ടിച്ച് അയാൾ ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ സമീപത്തുള്ള ഒരു കിണറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അയാളിൽ നിന്ന് പ്രാഥമികമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഈ പോലീസ് കോമ്പൗണ്ടിനകത്തേക്ക് അല്ലെങ്കിൽ ജയിൽ വളപ്പിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ മതിൽ ചാടി കടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും അവരെ വലിച്ച് തടയാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഉദ്യോഗജനകമായ നിമിഷങ്ങളാണ്. എന്തായാലും ഗോവിന്ദച്ചാമി മതിൽ ചാടിക്കടന്നതുപോലെയല്ല ഇവരെ തടയാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. BJP പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തുന്നത്. നേരത്തെ കോൺഗ്രസുകാരും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. ജയിൽ വകുപ്പിന് വീഴ്ച സംഭവിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടക്കുകയാണ്. പല സ്ഥലങ്ങളിലായിട്ട് ഈ ജയിലിന്റെ പല സ്ഥലങ്ങളിലായിട്ട് BJP പ്രവർത്തകർ മതിൽ ചാടാനുള്ള ശ്രമം നടക്കുന്നു. ആദ്യം ഗേറ്റിന് മുമ്പിലേക്കായിരുന്നു അവർ പ്രതിഷേധവുമായിട്ട് വന്നിരുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി ഓരോരോ പ്രവർത്തകർ ജയിലിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും വന്ന് ജയിലിനോട് ചേർന്നുള്ള മതിലുകൾ ചാടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞിട്ടുണ്ട്. BJPയുടെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മതിൽ ചാടിയകത്തേക്ക് കയറാൻ ശ്രമിച്ച
BJP പ്രവർത്തകരെ അനുനയിപ്പിച്ചിട്ടുണ്ട്. പോലീസിനെതിരെയുള്ള മുദ്രാവാക്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. എടുത്തു പറയാം നമുക്ക്, പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും രാവിലെ വേണ്ട രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. അവർക്ക് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നറിഞ്ഞ സമയത്ത് തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ വേണ്ടി സാധിച്ചു. ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധം പല ഭാഗങ്ങളിലായി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വീഴ്ചയൊന്നുമല്ല. കാരണം ഇത്ര കാലങ്ങളായി ഇയാൾ ചെയ്ത ആസൂത്രണങ്ങൾ കമ്പി മുറിച്ചെടുക്കാൻ വേണ്ടി തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തിരുന്നു. അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി. ഇടയ്ക്കൊരു സമയത്ത് വാർഡൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് തുണി വെച്ച് കെട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് എലി വരാതിരിക്കാനാണെന്ന് പറയുന്നു. അതുപോലെ താടി വളർത്തുന്നു, വ്യായാമം ചെയ്യുന്നു, ഭക്ഷണത്തിൽ അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അയാൾ അവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തുണിയെടുത്ത് രക്ഷപ്പെടുന്നു. അത് തുണി എങ്ങനെയാണ്, വലിയ തുണി, അതൊരു കുരുക്കിട്ടുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, ഡ്രം ഉപയോഗിച്ചത് എങ്ങനെയാണ്, കന്നാസ് ഉപയോഗിച്ചത്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ആരും കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ വീഴ്ചയാണ്. അത് വീഴ്ച മാത്രമാണോ, ഒത്താശ കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമല്ലേ? ജയിൽ DIG തന്നെ അങ്ങനെ ഒരു സംശയം തുടക്കത്തിൽ പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഗോകുൽ, തീർച്ചയായും അനുജ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ ഒരു പക്ഷേ ായിട്ട് 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഗൂഢാലോചനയും ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളും ഒരു തടവുപുള്ളിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു. തടവുപുള്ളി എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ നിരീക്ഷണം വേണ്ട വ്യക്തിയാണ്. CCTVയുടെ സർവേലൻസിന്റെ പരിധിയിൽ ഉണ്ടാവേണ്ട വ്യക്തിയാണ്. 24 നിരീക്ഷണ കണ്ണുകൾ ഉണ്ടാവേണ്ട ഒരു സംവിധാനത്തിനകത്തു നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടാതെ പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ വീഴ്ചയാണ്. നമ്മൾ ജയിൽ ചാട്ടത്തെക്കുറിച്ചൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ആദ്യമായിട്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതീവ സുരക്ഷയുള്ള ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിനോടൊപ്പം തന്നെ അതീവ സുരക്ഷയുള്ള സെല്ലിനകത്തായിരുന്നു ഗോവിന്ദച്ചാമി പാർപ്പിച്ചിരുന്നത്. ഇത് രണ്ടും മറികടന്നുകൊണ്ടായിരുന്നു ഗോവിന്ദച്ചാമി ഇന്ന് പുലർച്ചെ ഇവിടെ നിന്ന് ചാടിക്കടന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് ഏറെ നാൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ്, ആസൂത്രിതമായി നടപ്പിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴാണ് എന്തു വലിയ വീഴ്ചയാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്, അവർ ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. നിലവിലെടുത്തിരിക്കുന്ന നടപടി എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇതിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് തന്നെ ജയിൽ വകുപ്പ് കടക്കില്ലേ ഗോകുൽ? തീർച്ചയായിട്ടും 3 പ്രിസണേഴ്സ് ഓഫീസറെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ സസ്പെൻഷൻ കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉണ്ടാക്കുന്ന കോളിളക്കങ്ങൾ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ 3 പ്രിസണേഴ്സ് ഓഫീസേഴ്സ് ഇന്ന് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഇന്നലെ ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഇന്നലെ മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിശ്രമത്തിന്റെ ഒടുവിലാണ് ഇത്തരത്തിൽ ജയിൽ ചാടാൻ സാധിച്ചത്. കാരണം ജയിലിന്റെ ഇയാളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിന്റെ കമ്പി മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പുലർച്ചെ 1:15 തുടങ്ങി 1:30 തീരുന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ല. ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. പല സമയങ്ങളിൽ പല ആളുകളായിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. 24 മണിക്കൂറും ഡ്യൂട്ടി ഉണ്ടാവേണ്ട ഒരു സംവിധാനമാണ് ജയിൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാർ സ്കൂൾ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ പോലെയോ രാവിലെ 9 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണിക്ക് പോകാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന അതിക്രൂരനായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ ഇവിടുത്തെ വാർഡൻ, നമ്മുടെ ജയിൽ മേധാവികൾക്ക് അല്ലെങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ വീഴ്ച തന്നെയാണ്. അത് ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്താൽ തീരുന്നതാണോ ഇവിടെ സംഭവിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ച എന്നത് ഉയർത്തേണ്ട ചോദ്യമാണ്. ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഗോവിന്ദച്ചാമി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകളുടെ ആരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഗോവിന്ദച്ചാമിയോട് ചോദിച്ചിട്ടുണ്ട്. സഹായം ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഗോവിന്ദച്ചാമി ഈ പറഞ്ഞതുപോലെ രൂപമാറ്റം വരുത്തി അവിടെ നിന്ന് ചാടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി, കമ്പികൾ മുറിക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധം അത് ഓരോ ദിവസവും കുറേശ്ശെയായി മുറിച്ചു. പിടികൂടുമ്പോഴും അയാളുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണോ പോലീസ് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ എത്ര ഗുരുതരമാണ് ഈ വീഴ്ചയൊക്കെ ഗോകുൽ? അതെ, അയാളുടെ ആ സമയത്ത് അയാളുടെ കയ്യിൽ ആയുധമുണ്ടോ എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. അയാളെ കിണറിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്തേക്കെടുക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഈ തളാപ്പിലുള്ള ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് ഗോവിന്ദച്ചാമി ഓടിപ്പോകുന്നത് കണ്ടു. നാട്ടുകാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്.